ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് 8 സെനറ്റർമാർ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് കത്തയച്ചു. മാനുഷിക സഹായങ്ങൾ സുരക്ഷിതവും സമയബന്ധിതവുമായി ഗാസയിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇസ്രയേൽ സർക്കാർ തടയുകയാണെന്നും സ്വതന്ത്ര സെനറ്റർ ബെർഡി സാൻഡേഴ്സും 7 ഡെമോക്രാറ്റുകളും കത്തിൽ വ്യക്തമാക്കി. അമേരിക്കയുടെ മാനുഷിക പ്രവർത്തനങ്ങളെ തടയുന്ന നെതന്യാഹു സർക്കാരിന്റെ നടപടി ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സ് കോറിഡോർ നിയമത്തിന്റെ ലംഘനമാണ്. ആയുധ കയറ്റുമതി നിയന്ത്രണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ആയുധങ്ങൾ അനുവദിക്കരുത്. ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ശരിയായ രീതിയിൽ എത്തിക്കാൻ നെതന്യാഹു സർക്കാരിനോട് അമേരിക്ക ആവശ്യപ്പെടണം. ഗാസയിൽ അരങ്ങേറുന്ന മാനുഷിക ദുരന്തം ആധുനിക ചരിത്രത്തിൽ അത്യപൂർവമാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി. അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. റമദാനിന് മുമ്പ് ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കുമെന്ന് ബൈഡൻ അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരത തുടരുകയാണ്. ഇത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബൈഡന് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഗാസയിലെ യുദ്ധത്തോടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സമീപനം ഇസ്രായേലിനെ സഹായിക്കുന്നതിനേക്കാൾ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡന്റെ വാദം. ശനിയാഴ്ച ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നെതന്യാഹുവിന് ഇസ്രായേലിനെ പ്രതിരോധിക്കാനും ഹമാസിനെതിരെ പോരാടാനുമുള്ള അവകാശമുണ്ട്. എന്നാൽ യുദ്ധത്തിന്റെ അനന്തരഫലമായി നഷ്ടപ്പെടുന്ന നിരപരാധികളുടെ ജീവൻ കൂടി അദ്ദേഹം ശ്രദ്ധിക്കണം. എന്റെ കാഴ്ചപ്പാടിൽ നെതന്യാഹു ഇസ്രായേലിനെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ബൈഡൻ പറഞ്ഞു. ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണം ബൈഡൻ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ അമേരിക്കയിൽ നിന്നുൾപ്പെടെ പ്രതിഷേധം ഉയരുന്നതിന് ഇടയിലാണ് ബൈഡന്റെ പ്രസ്താവന. അതിനിടെ ബൈഡന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്തെത്തി. ബൈഡന് തെറ്റുപറ്റിയെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഭൂരിപക്ഷം വരുന്ന ഇസ്രായേലികളുടെ താൽപര്യത്തിന് വിരുദ്ധമായി സ്വകാര്യ നയങ്ങളാണ് ഞാൻ പിന്തുടരുന്നതെന്നും ഇത് ഇസ്രായേലിന്റെ താൽപര്യങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്നുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ ആ 2 കാര്യങ്ങളിലും അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയ്ക്കെതിരായ യുദ്ധത്തെ തുടക്കം മുതൽ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ബൈഡൻ തുടർച്ചയായി നടത്തിവരുന്ന പരസ്യ എതിർപ്പുകളിൽ നെതന്യാഹുവിന് നിരാശയുണ്ടെന്നാണ് പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. അതിനിടെ ബന്ദിമോചനം പരാജയപ്പെട്ടതിൽ ടെൽ അവീവിൽ ഉൾപ്പെടെ ഇസ്രായേലിനെതിരെ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട്. ഇസ്രായേൽ യുദ്ധരംഗത്ത് അതിരുകടക്കരുതെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വീണ്ടും രംഗത്തെത്തി. ഭക്ഷ്യസാധനങ്ങളടക്കമുള്ള സഹായങ്ങൾ എത്തിക്കാനായി US കപ്പൽ ഗാസയിലേക്ക് തിരിച്ചു. അമേരിക്കയുടെ താൽക്കാലിക തുറമുഖം പ്രവർത്തനക്ഷമമാകാൻ ആഴ്ചകൾ എടുത്തേക്കും. സൈപ്രസിലേക്കാകും അമേരിക്കൻ കപ്പലുകൾ എത്തുക. ഭക്ഷണം, വെള്ളം എന്നിവ കൂടാതെ താൽക്കാലിക പാർപ്പിട സൗകര്യങ്ങളും എത്തിക്കും. അതേസമയം വെടിനിർത്തൽ കരാർ പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചെങ്കിലും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാനാണ് സാധ്യത കാണുന്നത്. റമദാന് മുൻപ് ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ കൊണ്ടുവരണമെന്ന് അമേരിക്കയും സമ്മർദ്ദം ചെലുത്തിയെങ്കിലും നടന്നില്ല. US, ഈജിപ്ത്, ഖത്തർ എന്നീ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ടുവച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഹമാസിനും ഇസ്രായേലിനും കഴിഞ്ഞില്ല. ഇരു രാജ്യങ്ങളും കടുംപിടുത്തം തുടരുന്നതിനിടെ റമദാൻ വ്രതാരംഭം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇസ്രായേൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഇപ്പോഴും തയ്യാറല്ല. റമദാൻ വ്രതാരംഭത്തോടെ പലസ്തീനികളെ മസ്ജിദുൽ അഖ്സയിൽ ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പള്ളിയിൽ യുവാക്കൾക്ക് രാത്രികാല നമസ്കാരത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.